കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയുടെ ഭാഗമായി മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. കെ മുരളീധരൻ, കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നിവരെയാണ് വിളിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ച സമവായത്തിലെത്താത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ കൂടി അഭിപ്രായം തേടിയ ശേഷം സംസ്ഥാനത്തെ സ്ഥിതി എന്താണ് എന്ന് വിലയിരുത്തിയ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക. ഇതിൽ ഇവർ എടുക്കുന്ന തീരുമാനം ഹൈക്കമാൻഡ് തീർച്ചയായും ചർച്ചയ്ക്ക് വെക്കുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കെ മുരളീധരനും MM ഹസനും ഡൽഹിയിലേക്ക് തിരിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് എന്നിവരും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അടിയന്തരമായി ഡൽഹിയിൽ എത്തിച്ചേരാനാണ് മുൻ KPCC അധ്യക്ഷന്മാർക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിലേക്ക് പോകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മുല്ലപ്പള്ളി ടെലിഫോണിൽ അഭിപ്രായം അറിയിക്കും. കേരള മുഖ്യമന്ത്രിയെ എന്നു പ്രഖ്യാപിക്കുമെന്നതിൽ ആകാംക്ഷ ഇപ്പോഴും തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് വലിയ വിമർശനമാണ് ഉണ്ടാക്കുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത്. കർണാടകയിലുള്ള കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഡൽഹിയിൽ എത്തുന്നത് അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ പുനരാരംഭിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനെ പോലെ ഇത്രയും വലിയൊരു ദേശീയ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇത്രയും കാലതാമസമോ എന്ന ചോദ്യമാണ് നാലുപാട് നിന്നും ഉയരുന്നത്. KC വേണുഗോപാലിനെ സംസ്ഥാനത്ത് കെട്ടിയിറക്കാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നതെങ്കിൽ ഏതുവിധേനയും അതിനെ പ്രതിരോധിക്കുമെന്നും ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പറയുകയാണ്. VD സതീശനിൽ കവിഞ്ഞൊരു മുഖ്യമന്ത്രി വേണ്ട എന്ന നിലപാടാണ് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങൾ ഹൈക്കമാൻഡിന് മേലുണ്ട്. അതുകൊണ്ട് മിക്കവാറും VD സതീശന്റെ പേരിലേക്ക് അവസാനം ചർച്ചകൾ ചുരുക്കാനായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കുക. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമാണ് ഉള്ളത്. കെ മുരളീധരൻ VD സതീശനെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രസ്താവനയും നടത്തിയിരുന്നു. സംസ്ഥാനത്തെ ജനവികാരം കൂടി ജനങ്ങളെ ബോധിപ്പിച്ചായിരിക്കും ഒരു തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിനോട് ഈ നേതാക്കൾ ആവശ്യപ്പെടുക.